മഹാതോൽവി രാജൻ സോമൻ രാജാവിത എഴുന്നള്ളുന്നേ, എഴുതി തള്ളുന്നേ. എങ്ങനുണ്ട്? വരത്തില്ല, ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങള് പണ്ടേ എഴുതി തള്ളിയതാ രാജനെ. എടാ വാടാ, രാജാവ് ഇപ്പൊ വരുന്ന ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം. രാജൻ, പൊറോട്ടയും ബീഫ് ഒലത്തിയതും റെഡി. പത്ത് പതിനായിരം പടന്മാരുള്ള രാജാവ് ബീഫ് ഒലിയത്തിയെന്ന് കേട്ടപ്പോൾ പ്ലേറ്റ് നീട്ടി നിൽക്കുന്നത് കണ്ടോ? പായിപ്പാട്ട് വള്ളം വരുവോടും. നീ കൊറേ നേരമായില്ലേ ഇവിടുന്ന് വായിട്ടലിക്കുന്നു, ഇത് നിനക്ക് തിന്നാനുള്ളതാ. രാജൻ റാണിയെ ഇതുവരെ കണ്ടില്ലല്ലോ. നീ എന്തിനാണ് റാണിയെ തിരക്കുന്നത്? ചുമ്മാ ഇവിടെ ഇരിക്കല്ലേ, കണ്ടോണ്ടിരിക്കാന്ന് വിചാരിച്ചു. ഓമന പെണ്ണല്ലയോ നീ എന്നോട്, ഓമന പെണ്ണല്ലയോ, ഓമന പെണ്ണേ നിന്നെ പോലെ ഓമനയാറുണ്ടടി, എടി ഓമനയാറുണ്ടടി. രാജൻ, ഈ ഉള്ളോളെ തൂപ്പുകായ ഉള്ളോളെ വളവളാന്ന് പറയുന്ന കാര്യം പറ. റാണി, നീ ഇത്ര നേരം വരെ എവിടെയായിരുന്നു? ഞാൻ തൊഴാൻ പോയത്. ഏത് വള്ളത്തിൽ? അയ്യോ, വള്ളത്തിലല്ല, അമ്പലത്തിൽ അർച്ചന നടത്താൻ പോയെന്ന്. ആട്ടെ, റാണിക്ക് എന്നാണ് ഇത്ര സന്തോഷം? ഇന്നെന്റെ വെഡിങ് ആനിവേഴ്സറിയാ. ശരിയാണല്ലോ, ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. കേട്ടോ പടാ, ലോകത്തിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും കിട്ടാത്ത ഭാഗ്യമാണ് ഒരു ദിവസം രണ്ടുപേരും വിവാഹ വാർഷികം. എനിക്കും ഇവൾക്കും. സന്തോഷിച്ചാട്ടെ റാണി, സന്തോഷിച്ചാ. ഈ സന്തോഷത്തിന് റാണിക്ക് നാം എന്ത് സമ്മാനമാ തരേണ്ടത്? നമുക്ക് ഉച്ചയൂണിനെ കൊട്ടാരത്തിലെ ആ പൂവൻകോഴിയെ തട്ടിയാലോ? ഞാൻ ചെയ്ത തെറ്റിന് ആ പാവം കോഴി എന്ത് കഴിച്ചടി? പോ, ഞാൻ മിണ്ടൂല. ഇന്ന് അയൽരാജ്യത്തുള്ള രാജാക്കന്മാരൊക്കെ നമ്മുടെ കൊട്ടാരത്തിലെത്തും. എന്തിന്? അർജന്റായി നമ്മുടെ മോൾക്ക് കല്യാണം വേണം. നീ നമുക്ക് സോപ്പൂട്ടി പോലുള്ള ഫോണല്ലേ വാങ്ങിക്കൊടുത്തത്? 24 മണിക്കൂറും അതിലിട്ട് കുത്തലാ പരിപാടി. ശരിയാ റാണി, കുമാരി ഫുൾ ടൈം നെറ്റിലാ. കുമാരിയുടെ വാട്സാപ്പിലെ പ്രൊഫൈൽ ഒന്ന് കാണണം. ചാലമേരിയെ പോലെ ഇരിക്കുന്ന ഇവള് ശ്വേതാമേനോന്റെ ഫോട്ടോയാ പ്രൊഫൈൽ പിക്ചർ ആയിട്ടത്. അത് രാജകുമാരിയായിരുന്നു. എന്തു പറ്റി പടാ? ശ്വേതാമേനോന്ന് പറഞ്ഞ് ഞാൻ രാത്രി മുഴുവൻ ചാറ്റിംഗ് ചെയ്ത് ഉള്ള പൈസയും കളഞ്ഞ് എന്റെ ഉറക്കവും പോയി. ദേ, തോഴികളുമായി രാജകുമാരി എത്തി. പ്രിയതമേ ശകുന്തളേ, പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ, പറയുമോ? നമസ്കാരം പപ്പരാജൻ. എന്ത് പത്മരാജനോ? അല്ല, പപ്പരാജൻ. എനിക്ക് കുറച്ച് ക്യാഷ് വേണം. എന്തിനാ മോളെ നിനക്ക് ക്യാഷ്? ബ്യൂട്ടി പാർലറിൽ പോവാനാ. നീ ഇപ്പൊ അവിടെ നിന്നല്ലേ വന്നത്? അത് പപ്പാ, ഞാൻ മുടി സ്ട്രൈറ്റ് ആയി പോയിട്ട് എന്റെ തല വെച്ച് തിരുപ്പൻ അവർ സ്ട്രൈറ്റ് ചെയ്തത്. എന്റെ മുടി തൊട്ടിട്ട് പോലും ഇല്ല. നിർത്തില്ലടി, ആദ്യം നിങ്ങൾ എല്ലാരും പോയി അടിച്ചു തനിച്ചു കുളി, എന്നിട്ട് മതി നിന്നെയൊക്കെ സ്ട്രൈറ്റ്. ബാഡി പോവാ. അയ്യോ പടാ, വല്ല പലിശക്കാരുമായിരിക്കും. ഞാനിവിടെ ഉണ്ടെന്ന് പറയരുതേ. പേടിക്കണ്ട രാജൻ, പലിശക്കാരൻ അണ്ണാച്ചിയല്ല. കുമാരിയെ കല്യാണം കഴിക്കാൻ വന്ന രാജകുമാരന്മാരാ. ആരെവിടെ? കുമാരിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. കുരുക്കുത്തി മുല്ലേ പെണ്ണെ നിന്നെ കാണാൻ എന്റെ ചേല്, കുരുക്കുത്തി മുല്ലേ പെണ്ണെ നിന്നെ കാണാൻ എന്റെ ചേല്, ഇളവയിലാണോ മലരമ്പാണോ ചൊല്ലു ചൊല്ലു. നമ്മുടെ മകളെ വേളി കഴിക്കാൻ വന്ന രാജകുമാരന്മാർക്ക് മക്കൾ മതി രാജ്യത്തിന്റെ സ്വാഗതം. രാജൻ, ഇതാണ് തിരുവനന്തപുരത്തെ യുവരാജാവ് സെൽവിയക്കന്റെ മോൻ രായൻ. അതെ രായൻ, നിങ്ങൾ എന്ത് പറയണ മോളെ ഇങ്ങ് വിളിക്കും. കുമാരിയെ കെട്ടാനുള്ള മത്സരം ഇതാണ്. ആ കാണുന്ന കുറുമ്പമലയിൽ അമ്പെയ്ത് കൊള്ളിക്കുന്നവർക്ക് എന്റെ മകൾ. രാറ്റുകാല അമ്മച്ചി സപ്പമാർക്ക് അത് പോയിട്ടാ. ബാഹുബലി വരുന്നു. ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ
തൂക്കിപ്പോയിരുന്നോൻ ആരോരും കണ്ടതില്ല ആരുമേ കേട്ടുമില്ല ഗംഗയെ താൻ തേടിക്കൊണ്ട് തന്നെ താനെ ചുമന്ന് ശിവലിംഗം നടന്നു പോകുന്നു ബാഹുബലി ബാഹുബലി തകടിയ ബാഹുബലി 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 കർക്കിടകത്തില്, ഇത് ബാഹുബലി. ബാഹുബലി ഇയാളെന്താ വയ്യത്? ഇവിടെയും കര കിട്ടിയില്ല, ഇതും ചുമന്നല്ലേ വരുന്നത്. എന്റെ അമ്മച്ചേ, കാലൻ വരുന്നേ. Kimaro, maro, maro, kimaro, maro, maro, kimaro, kili, kimaro, maro, maro, kiliki. Kimaro, maro, maro, kimaro, maro, maro, kimaro, kili, kimaro, maro, maro, kiliki. ഇണ്ട ഇറ സിറ. ആരാടാ കുറുമ്പമലയിലേക്ക് അമ്പ് ചെയ്തത്? ഞാനാ ഗജേന്ദ്ര ബാഹുബലി. ഇതാണോടാ ബാഹുബലി നിന്റെ കുറുമ്പമല? ഇത് വലിയ കുറുമ്പായി പോയല്ലോടാ. ഇണ്ട ഇറ സിറ. Kimaro, maro, maro,